അങ്ങനെ പൊളപ്പനായിട്ട് കൂട്ടിയെടുത്തിട്ട് അങ്ങനെ തന്നെ കഴിക്കല്. പ്രമാ ചുറ്റി ഇരിക്കണതൊന്നും കാണാൻ കഴിയില്ല പാത്രങ്ങളൊന്നും. സെയിം ഡയലോഗ് ഇനി വേണ്ട, നമുക്ക് ഇനി കുറച്ച് മാറ്റി പിടിക്കാം. ഹായ്, പട കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് പത്തിരിപ്പൊടിയാണ്. പത്തിരിപ്പൊടി പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എത്രയും പെട്ടെന്ന് നമുക്ക് തയ്യാറിക്കാം. അതായത് എല്ലാ ആൾക്കാരും ഇപ്പോൾ മെഷീനിൽ പൊടിക്കും, അതായത് വെളിയിൽ നിന്നൊക്കെ പാക്കറ്റ് മാവ് മേടിക്കുകയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറിക്കാൻ പറ്റും. അത് നല്ല ടേസ്റ്റിയും ആയിരിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിൽ 1 കിലോ അരി എടുത്തിട്ടുണ്ട്, നല്ല പച്ചരി. ഇത് നോക്കിക്കോളൂ. പച്ചരി നമുക്കൊരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. അപ്പം ഞാനിപ്പോൾ ഇതിൽ 1 കിലോ അരി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനതിന് വെള്ളം ഒഴിച്ച് വെക്കട്ടെ. അപ്പോൾ നല്ല പോലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 6 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അപ്പം അങ്ങനെ നമ്മുടെ അരി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ 6 മണിക്കൂർ കഴിഞ്ഞു. ഞാനപ്പോൾ അതിനെ ഒന്ന് വാരി വെക്കുന്നുണ്ട്. 6 മണിക്കൂർ കഴിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു 3 മണിക്കൂറോ ഒരു 4 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ നന്നായി കുതിർന്നു കഴിഞ്ഞാൽ നന്നായിരിക്കുന്നു മാത്രം. അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്താണ്? അതിനെ ഒന്ന് നല്ലോണം വാര വെക്കാം. വാര വെക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. അതാ ഇതുപോലെ ഒരു പാത്രം എടുക്കുക. ഒന്നും ചെയ്യാനില്ല, വൃത്തിയായി കഴുകിയതാണ്. ഇതാ ഇങ്ങനെ കൊട്ടി വെച്ചാൽ മതി. ഇതിൻ്റെ വെള്ളം ഒന്ന് നല്ലോണം വെടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം നമ്മൾ വാര വെച്ചു പറഞ്ഞില്ലേ, വെള്ളമൊക്കെ നല്ലപോലെ വെടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തുണിയിൽ വെച്ചിട്ട് ഇത് വെടിക്കാനിടാം, ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വെക്കാം. ഇത്തിരി വെയിലത്തിട്ട് വേണമെങ്കിൽ ഒന്ന് ഉണക്കാം, അതൊന്നും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് കുറച്ചായി പൊടിച്ചെടുക്കും. ഇതങ്ങനെ പൊടിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ചലിച്ചെടുക്കാം. നല്ല നമ്മുടെ ചല്ലടന്റെ ഏറ്റവും നൈസ് എടുത്തിട്ട് ചലിക്കാവൂ. തരി ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ടാണ് പാടില്ല. തരി കണ്ട് വെച്ച് ഈ തരിനെ നമുക്കിതിൽ കൊട്ടുക. ഇങ്ങനെ കൊട്ടിയിട്ട് കുറച്ചും കൂടെ ഇതിന്ന് അരി എടുക്കുക, കുറച്ച് അരി ഇതിന്ന് എടുക്കുക, വീണ്ടും പൊടിക്കുക. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കട്ടെ, എന്നിട്ട് കാണാം. അപ്പം അങ്ങനെ നമ്മുടെ അരിയൊക്കെ നല്ല പൊടിച്ച് ചലിച്ചു കഴിഞ്ഞു. ഇതങ്ങനെ നൈസായിട്ട് ഇരിക്കണം പൊടി. ഇത് നോക്കിക്കോളൂ, ഇങ്ങനെ നൈസായിരിക്കണം പൊടി. അപ്പം നമ്മുടെ പൊടി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. ഉരുളി തന്നെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിലിട്ട് വറുത്തെടുക്കുക. കരിയാതെ വറുക്കണമെന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമുക്ക് അടുപ്പിലും തീയടുപ്പിലും വെച്ചിട്ട് ചെയ്യാം. എല്ലാവരും തീയടുപ്പിലൊക്കെയാണ് ഉണ്ടാക്കണത്. ഇപ്പോഴൊന്നും തീയടുപ്പൊന്നും കത്തിക്കാറില്ലല്ലോ, അത് കാരണം ഒക്കെ ഗ്യാസിലാണല്ലോ. അപ്പൊ നമ്മുടെ ഈ പൊടി ഒന്ന് നല്ലോണം വറുക്കട്ടെ. അങ്ങനെ നമ്മുടെ അരിപ്പൊടി നല്ലപോലെ വറുത്തെടുത്തിട്ട് നല്ല മണം വരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ അതിന്റെ പരുവ് അറിയണം വെച്ചാൽ നമ്മളിങ്ങനെ കൈയിട്ട് കഴിഞ്ഞാൽ ഇത് ഓടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ആക്കാക്ക ഓടിക്കൊണ്ടേയിരിക്കും. ഇതിൽ പോരെ തരി കാണുന്നത് ഇത് ചൂടാറിയ ശേഷം ചലിച്ചെടുക്കണം. അതിനാണ് നമ്മൾ ഇങ്ങനെ ഗ്യാസ് ഒന്ന് ഓഫാക്കിയിടാം. അപ്പൊ അങ്ങനെ നമ്മുടെ അരിപ്പൊടി വറുത്ത് കഴിഞ്ഞു. നമ്മൾ ഇങ്ങനെ ഓഫാക്കി വെക്കുമ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്താണ്, ഇതിന്റെ ചൂട് അതിൽ നിൽക്കും. ഇതാണ് ഇതിന്റെ പരുവം. ഇങ്ങനെ നമ്മൾ ഇളക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ഓടും. ഇതാ കണ്ടില്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഇതാണ് അതിന്റെ പരുവം. ഇതിൽ ചെറു കട്ട കാണുന്നതിന് നല്ല ചലിച്ചെടുത്ത ശേഷം ഒന്നില്ലെങ്കിൽ അതിനെ പൊടിച്ചെടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ കുറ്റിപ്പുട്ടോ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഉപയോഗിക്കാം. നല്ല പോലെ ഒന്ന് ചൂടാറിയിട്ട് ഇതൊന്ന് അരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അരി വറുത്ത് കഴിഞ്ഞാൽ ചെറിയ കട്ട ഉണ്ടാവും. അപ്പൊ ആ കട്ട ഉണ്ടാകാൻ പാടില്ല, അതിനാണ് ഞാൻ അരിക്കാൻ പറയുന്നത്. ഇതിലിങ്ങനെ കൊട്ടി വെക്കണം. എല്ലാം ഒന്നിങ്ങനെ നമുക്ക് അരച്ചെടുക്കാം. അപ്പൊ അതിലാ കട്ട പോലെ ഉണ്ടായിരുന്നില്ല, അതടക്കം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, പൊടിച്ചെടുക്കുകയും ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ കുറ്റിപ്പിട്ടുണ്ടാക്കുമല്ലോ, അപ്പൊ അതിലേക്ക് ചേർത്താം. ഞാനിപ്പോ അതിലേക്കല്ല, ഞാൻ ഇതിൽ തന്നെ പൊടിച്ച് ചേർത്തിതാ.
1 കിലോ പൊടി നമുക്ക് ഇത്രയായി കിട്ടിയിട്ടുണ്ട്. നല്ല നൈസായിട്ട് പൊടിച്ചിട്ടുണ്ട്. നോക്കിക്കോളൂ. ഇതാ നമ്മൾ ഉണ്ടാക്കിയ പത്തിരി പൊടിയും കൊണ്ട് ആ പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നതും കൂടിയിട്ട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇതിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. കുറച്ച് ഏത് പാത്രത്തിൽ വേണമെങ്കിലും വെട്ടി തിളപ്പിക്കാൻ വെക്കുക വെള്ളം. പക്ഷെ നമുക്ക് ആ മാവ് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കേണ്ടതാണ്. അപ്പൊ അതിനും കൂടി അനുസരിച്ചിട്ടുള്ള പാത്രമായിരിക്കണം. ഇങ്ങനത്തെയോ നോൺ സ്റ്റിക്കിന്റെയോ വേറെ എന്തിൽ പാത്രമാണെങ്കിലും മാവ് നല്ലോണം വാട്ടി ചുരുട്ടി എടുക്കേണ്ടതാണ്. ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് തിളക്കട്ടെ. അപ്പൊ വെള്ളം തിളച്ചാൽ നോക്കട്ടതാ. വെള്ളം നല്ലോണം വെട്ടി തിളക്കുന്നുണ്ട്. നോക്കിക്കോളൂ. ഇതിൽ എനിക്ക് എന്താ വേണ്ടത്? ഇനി നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതായത് നമ്മുടെ പത്തിരിക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. കല്ലുപ്പാണ് ഞാൻ ഇടുന്നത്. ഇനിയിപ്പോൾ ഈ വെള്ളം തിളക്കുന്നതിൽ കൂടെ തന്നെ നമുക്കിപ്പോൾ കമ്മിയായി ഞാൻ വെച്ചിട്ടുണ്ട്. പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നോക്കിക്കോളൂ. അതായത് ഞാൻ 2.5 തവി പൊടി ഇട്ടിട്ടുണ്ട്. ഇതില് നല്ലോണം വേവായി. ഇതില് മെല്ലെ തീ കത്തിച്ച് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ ഇതേപോലെ നല്ല ടൈറ്റായിരിക്കണം മാവ്. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് ഇളക്കാൻ കിട്ടാൻ പറ്റില്ല. ഇതിൽ ഉരുട്ടി 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 ഇതാ ഇങ്ങനെ നല്ല കട്ടിയായി ഇരിക്കണം മാവ്. ഇങ്ങനത്തെ പാത്രം വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മൂടി കൊടുക്കണം. ഇത് മൂടുന്ന സമയത്ത് ഞാൻ ഒന്ന് പ്രത്യേകം പറഞ്ഞുതരാം. നമ്മൾ മൂടിക്കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞത് ഇതിൽ വെള്ളം ഉറക്കും ഈ മൂടിന്റെ മുകളിൽ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഈ വെള്ളം ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. അത്ര പോലും ഇതിൽ വെള്ളമാകാൻ പാടില്ല. അപ്പൊ നമുക്കിപ്പോ ഞാൻ ലൈറ്റ് ആയിട്ട് തീ കത്തിച്ചിട്ടുണ്ട്, ഗ്യാസ് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗ്യാസ് ഓഫ് ആക്കിയിരുന്നു. ഇത് ഞാൻ മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നു വെക്കണം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തുറന്നു വെച്ചപ്പോ കണ്ടില്ലേ വെള്ളം ഏതിലും ഇല്ല. വെള്ളം നമ്മൾ വരുന്നതൊക്കെ എടുത്തു കളഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ടേബിൾ ടോപ്പിലേക്ക് ഇടണം. ഇല്ല നമ്മ ഈ പാത്രത്തിൽ തന്നെ വെച്ച് കുഴക്കുകയാണെങ്കിൽ എന്താണ് കുറേ നേരം കുഴക്കണം. ഇതേപോലെ ഒരു സാധനം നമ്മുടെ വീതനകളുണ്ട് വെച്ചാൽ അതിലിട്ടിട്ട് കുഴക്കാനുള്ളതാണ്. അതാ ഇതിലേക്ക് ഞാനിട്ട് ഇതിലിടുമ്പോൾ ഇത്തിരി ചൂടുണ്ട്. ഇത്തിരി ചൂട് വേണം നമുക്ക്. നല്ലോണം ഞാനിതാ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ട പിടിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് കണ്ടില്ല ഇങ്ങനെ ഇരിക്കുന്ന കൈ തൊടുമ്പോൾ നല്ലത് ഇങ്ങനെ ഉള്ളിൽ പോയി പൊങ്ങി വരണം. ഇത് ഉണ്ട പിടിച്ചിട്ട് എങ്ങനെയാ പരത്തിയിട്ട് എടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം അങ്ങനെ നമ്മുടെ പത്തിരിയൊക്കെ പരത്തി കഴിഞ്ഞു. ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു ദോശക്കല്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കല്ല് നല്ല ചൂടായിട്ടുണ്ട്. ഓരോന്ന് ഇട്ടെടുക്കാം. ഇതാണ് പത്തിരിൻ്റെ പരുവം. ഇനി ഇത് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് എന്താ വേണ്ടത്? ഈ കല്ലൊന്ന് വൃത്തിയായി തുടയ്ക്കണം. ഇതാ അപ്പം ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ അടുത്ത പത്തിരി ഇട്ട് കൊടുക്കാൻ. അപ്പം അങ്ങനെ നമ്മുടെ ഗ്യാസ് ഓഫ് ആക്കണോ. പത്തിരി എല്ലാം ചുട്ട് റെഡിയായി. ഇതാ ലാസ്റ്റത്തെയും കൂടെ. ഇനി നമുക്ക് വേണ്ടത് അടുത്തതായി വേണ്ടത് ബാബുവിന് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കുക. ബാബു, നമ്മുടെ പൊടി, കറി, പത്തിരി എല്ലാം റെഡി ആയിരിക്കും. ഒന്ന് കഴിച്ചു നോക്ക്. അതെ അതെ, ഒന്ന് കഴിച്ചു നോക്കണം. നമ്മുടെ പുഷ്പമ്മ ഉണ്ടാക്കി അടിപൊളി കിടുകാച്ചി നമ്മൾ തള്ളിയിട്ടതാണ്. മനഃപൂർവ്വം അല്ലാണ്ട് വീണതൊന്നുമല്ല, മനഃപൂർവ്വം തള്ളിയിട്ടാണ്. അപ്പൊ എന്തായാലും ഗംഭീര പൊടിയാണ്. നമ്മളെ പുഷ്പമ്മ ഉണ്ടാക്കിയ പൊടി വറുത്തരച്ച് കുഴച്ച് നല്ല മാവുണ്ടാക്കി പരത്തി പത്തിരിയാക്കി അതിന് കൂടെ ഒരു കിടുകാച്ചി അടിപൊളി തേങ്ങ അരച്ച് വെച്ച കിടുകാച്ചി തേങ്ങാപ്പാൽ ഒഴിച്ചു വെച്ച അടിപൊളി ചിക്കൻ കറിയും. ചിക്കൻ കറിയും പറഞ്ഞാൽ ലോകത്ത് എവിടെ പോയാലും മലയാളികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി വിഭവമാണ് ഈ സംഭവം. അത് പുഷ്പമ്മ ആ പത്തിരി ഉണ്ടാക്കുന്നതിന്റെ പൊടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്രയ്ക്കും അടിപൊളിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരും കാണണം. അപ്പൊ അതെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാം അല്ലേ പുഷ്പമ്മ? ഒരു പത്തിരി കൂടി തരിക.
അങ്ങനെ ഇങ്ങനെ എടുത്താ മതി. ഇതങ്ങനെ ഇടുക. നല്ല പഞ്ഞി പഞ്ഞി പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതിന്റെ മുകളിൽ ഇങ്ങനെ തൂക്കി നോക്ക്, നമുക്ക് തൂക്കാൻ പറ്റും. കണ്ടാ ബലൂൺ ആണല്ലേ? ഇതിന്റെ ഉള്ളിലൊന്നും മൊത്തം ഏറാണ്. എന്തായാലും കഴിച്ചു നോക്കട്ടെ, കറിയൊക്കെ ഇട്ട് നോക്കട്ടെ. പുഷ്പമ്മ കറിയൊക്കെ ഒന്ന് നന്നായി ഇളക്കി നിറയെ ഒന്ന് അങ്ങോട്ട് ഒഴുക്കി കറിയൊക്കെ ഉണ്ട്. നല്ല അടിപൊളി കറിയാണ്, കയ്യിലൊന്നും കൊള്ളില്ല. അതെ. എന്നിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കാല്ലേ പുഷ്പമ്മ? അപ്പൊ നമ്മുടെ അതിന്റെ മുകളിൽ അങ്ങോട്ട് നന്നായി കുതിരാൻ വെക്കണം. ഇങ്ങനെ ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞു വരല്ലേ, സോഫ്റ്റ് ആയി കിട്ടണം, കുതിർന്ന് പറഞ്ഞല്ലേ. വായിലേക്ക് എന്നിട്ടൊന്ന് വലിച്ചു നോക്ക്. മറ്റേ പത്തിരിയും അതിന്റെ കൂടെ അടിപൊളി ചിക്കന്റെ പീസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊളപ്പനായിട്ട് കൂട്ടി എടുത്തിട്ട് അങ്ങനെ തന്നെ കഴിക്കല്. ചുറ്റി ഇരിക്കണതൊന്നും കാണാൻ കഴിയില്ല, പാത്രങ്ങളൊന്നും. അപ്പൊ എല്ലാവരും പറയണ പത്തിരി ഉണ്ടാക്കണം, പൊടി ഉണ്ടാക്കണം. അപ്പൊ ഞാനിതാ ഈ വീഡിയോയില് നേരത്തെ ഞാൻ പത്തിരി വിട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ വീഡിയോയില് പത്തിരിയും പൊടിയുമായിട്ടാണ് വിട്ടിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. നല്ല പൂ പോലെയുള്ള നമ്മുടെ പത്തിരി. അപ്പൊ ഇനി പത്തിരി ഉണ്ടാക്കാൻ പറ്റിയില്ല, പരാതികൾ ഇനി മലയാളികളുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് പുഷ്പമ്മ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. പൊടി ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ടെങ്കിൽ വെച്ചാൽ ആരും പേടിക്കണ്ട. പത്തിരി ഉണ്ടാക്കാൻ ഞാൻ എത്ര പെട്ടെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. വെള്ളം അളവില്ല, ഒന്നുമില്ല. നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിക്കണം, ഉപ്പിടണം, വെള്ളം തിളയ്ക്കണം, പൊടി നല്ല പോലെ ഒന്ന് മുറുക്കിയെടുക്കണം, നല്ല പോലെ കുഴക്കണം, പരത്തണം. ദോശക്കല്ലിൽ ഞാൻ ഇടുന്നതും കൂടി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം അത് കാണണം. അപ്പൊ എന്തായാലും പുഷ്പമ്മ ഇനി നമുക്ക് വലിച്ചു നീട്ടണ്ട. ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ള ഗ്യാപ്പ് ഞാൻ കഴിക്കുന്ന തിരക്കിലാണ്, അതുകൊണ്ട് ഇനിയിപ്പോ വലിച്ചു നീട്ടലൊന്നുമില്ല. എന്തായാലും പൊടി ഉണ്ടാക്കിയിട്ട് പത്തിരി ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് ആ റിസൾട്ട് അങ്ങോട്ട് പറയാം. ഗംഭീരമായിരിക്കും, പറഞ്ഞാൽ ഗംഭീരമായിരിക്കും. പുഷ്പമ്മ ഉണ്ടാക്കിയ പോലെ തന്നെ ചെയ്യണം. എല്ലാവരും മിസ് ചെയ്യാതെ കാണണം, ഉണ്ടാക്കണം, ട്രൈ ചെയ്യണം, കഴിക്കണം, അറിയിക്കണം. അപ്പൊ എല്ലാവർക്കും സന്തോഷവും. അപ്പൊ അടുത്ത കിടുക്കാച്ചി ഇതിനേക്കാൾ സാധനമായിട്ട് വരുന്നവരോ പുഷ്പമ്മ ഇതിനൂടെ കിടിലമായിട്ട് ഇനിയും വരുന്നത്. അപ്പൊ പാടിക്കിച്ചിട്ട് ബൈ.